എല്ലാവർക്കും ഇന്നഫൈ വെൽനസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിയെ പറ്റിയാണ് നോക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണാത്തവർ ഒന്ന് പോയി കാണുക. എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അതായത് ലേണിംഗ് ഡിസബിലിറ്റിയെ പറ്റി ഇത്രയും വീഡിയോ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ പല രക്ഷകർത്താക്കൾക്കും ലേണിംഗ് ഡിസബിലിറ്റിയെ പറ്റി തെറ്റിദ്ധാരണയാണുള്ളത്. പലരും വിചാരിക്കുന്നത് എന്താണ്, ബുദ്ധിക്കുറവ് കൊണ്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുന്നത്, അല്ലെ പഠിക്കാത്തത് എന്നാണ്. പക്ഷെ ഒരിക്കലും ബുദ്ധിക്കുറവ് കൊണ്ടല്ല പഠിക്കാത്തത്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് IQ 90 മുതൽ 110 വരെയുള്ള ആവറേജ് IQ അല്ലെങ്കിൽ 110ന് മുകളിലുള്ള എബോ ആവറേജ് IQ അവർക്കുണ്ടായിരിക്കും. അത് കൂടാതെ പഠനവൈകല്യം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൽ ആശയങ്ങൾ സൃഷ്ടിക്കാനും അത് വിനിമയം ചെയ്യാനുമുള്ള തടസ്സം നേരിടുമ്പോഴാണ് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠനവൈകല്യം ഉണ്ടാകുന്നത്. നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി അസസ് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കുന്നത് അവർക്ക് IQ ഉണ്ടോ എന്നാണ്. IQ ഉണ്ടാകുന്ന ഒരു കുട്ടി അത് കൂടാതെ തന്നെ അവർക്ക് ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നാണ്. അതായത് എപ്പോഴും അസുഖങ്ങൾ വരിക, കാഴ്ചക്കുറവുണ്ടാകുക, കേൾവിക്കുറവുണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ബേസിക് നഷ്ടമാവുന്ന ഒരു കുട്ടിക്ക്, അതായത് ബേസിക് കിട്ടാത്തൊരു കുട്ടിക്ക് പഠിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും അതിന് ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ ഇതേപോലുള്ള ബാഹ്യമായ, അതായത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ രക്ഷകർത്താക്കൾ ചുറ്റുമുള്ള നമ്മുടെ ചുറ്റുപാട് ആരോഗ്യകരമല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കാതെ ഇരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അല്ല എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇത് ലേണിംഗ് ഡിസബിലിറ്റി ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ പ്രധാനപ്പെട്ട ലേണിംഗ് ഡിസബിലിറ്റി ടൈപ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്നിവയാണ്. കൂടുതലായി ബാക്കിയുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും. നിങ്ങളെ കേൾക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നഫൈ വെൽനസ്. താങ്ക് യു.